നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ വയനാട്ടിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതായ വാർത്തയാണ് പുറത്തുവരുന്നത്. ബന്ദിപൂരിലെ ആന ക്യാമ്പിൽ എത്തിച്ചതിന് ശേഷം ആരോഗ്യവാനായിരുന്നു. അതുവരെയും വലിയ രീതിയിലുള്ള ആരോഗ്യവാനായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ആനയുടെ വലത്തെ മുട്ടിന്റെ താഴെയായിട്ട് ഒരു നീർക്കട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു വീക്കം ഉണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു ഒരു പ്രശ്നമായി വന്നിരുന്നത്. എന്നാൽ ആരോഗ്യവാനായി ബന്ദിപ്പൂരിലെ ക്യാമ്പിലുണ്ടായിരുന്ന ആന ചരിഞ്ഞതായ വിവരം അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂരിലെ രാമപുരത്ത് ആന ക്യാമ്പിൽ എത്തിച്ച ശേഷമാണ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത്. ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. തണ്ണീർക്കൊമ്പൻ ചരിയാനുണ്ടായ കാരണം ഇതുവരെയും വ്യക്തമല്ല. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതായി കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷമാണ് ആന ചരിഞ്ഞത്. ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വെറ്റിനറി സർജൻമാരുടെ സംഘം ഉടൻ തന്നെ ബന്ദിപ്പൂരിൽ എത്തും. ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തും. 20 ദിവസത്തിനിടെ ആന 2 തവണ മയക്കുവെടി ദൌത്യത്തിന് വിധേയമായിരുന്നു. ആനയ്ക്ക് മറ്റെന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. 17.5 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് കർണാടക വനം വകുപ്പിന്റെ ബന്ദിപ്പൂരിലുള്ള ആന ക്യാമ്പിൽ തണ്ണീർക്കൊമ്പനെ എത്തിച്ചിരുന്നത്. തണ്ണീർക്കൊമ്പൻ ആരോഗ്യവാനാണെന്നും ഇന്ന് തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇന്ന് തന്നെ ഒരുപക്ഷെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെയായിരുന്നു അല്പസമയം മുൻപ് വരെ തന്നെ വന്ന വാർത്ത. എന്നാൽ ഇപ്പോൾ ഏറ്റവും ദാരുണമായ സംഭവം ആന ചരിഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു നേരത്തെ വനം വകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായാണ് ചരിഞ്ഞുവെന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരിലുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവെടി വെച്ച് പിടികൂടാനായത്. തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനത്തിനിടയിലാണ് ദാരുണ സംഭവം. ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷം ആനയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. തണ്ണീർക്കൊമ്പന്റെ ജഡം ബന്ദിപ്പൂരിലെ രാമപുരം ക്യാമ്പിലാണുള്ളത്. ആനയുടെ പരിക്ക്, ശാരീരിക അവസ്ഥ എന്നിവ വിശദമായി പരിശോധിക്കും. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വെറ്റിനറി സർജൻമാരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. മറ്റൊരു സംഘവും അവിടേക്ക് എത്തുമെന്ന വിവരവും ലഭിക്കുന്നു.